രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ആരോപണം ഗുരുതരമാണ് എന്ന് സമ്മതിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. കോൺഗ്രസിലെ തന്നെ പല വനിതാ നേതാക്കളും രാഹുലിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. അതിൽ തെറ്റു പറയാനാകില്ല എന്ന് ചാണ്ടി ഉമ്മൻ സമ്മതിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കട്ടെ എന്നും ചാണ്ടി ഉമ്മൻ ജനം TVയോട് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു യുവതി കൂടി പരാതി നൽകിയിരിക്കുകയാണ്. അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, സാഹചര്യം രാഹുൽ അത് വിശദീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ ഇതിനകത്ത് തെറ്റ് ചെയ്യാത്തവർ ക്രൂശിക്കപ്പെടാനും പാടില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കുകയും വേണം. തെറ്റ് ചെയ്യാത്തവർ ക്രൂശിക്കപ്പെടാനും പാടില്ല. അതും പ്രധാനമാണ്, രണ്ടും പ്രധാനമാണ്. ഒന്നിനു പിറകെ ഒന്നായിട്ടാണ് വരുന്നത്. ആദ്യം ഒരു പരാതി വരുന്നു, അതിനുശേഷം രണ്ടാമത് മറ്റൊരു പരാതി വരുന്നു. അതും ഗൗരവമുള്ള പരാതികളാണ് ഈ രണ്ട് പരാതികളും എന്ന് പറയുന്നത്. സീരിയസ് ആണ് ഇഷ്യൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. ആ നിലപാടനുസരിച്ചാണ് അത് പാർട്ടി പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഇനി ഫർദർ എന്ത് വേണമെന്ന് പാർട്ടി തീരുമാനിക്കും. ഒരു ഗൗരവക്കുറവ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയാണ്, മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം ഉണ്ടാകേണ്ട ഒരു ഗൗരവം അല്ലെങ്കിൽ ഒരു ശകലം കൂടി ഒരു ജാഗ്രത കാണിച്ചാൽ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത്തരത്തിൽ നേരത്തെയും കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ചില കുടുംബാംഗങ്ങളടക്കം ഇത്തരത്തിൽ ആക്ഷേപം പറഞ്ഞിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, ഞാനിത് കേട്ടിട്ടില്ല. ഇത് നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ. അത് നമുക്ക് അതിൻ്റെ ഫാക്ട്സ് അനുസരിച്ച് നിയമം വഴി പോട്ടെ. ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ വരണം. പക്ഷേ തെറ്റ് ചെയ്തില്ലെങ്കിൽ ശിക്ഷപ്പെടാനും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച നിലപാട്. അപ്പം നിയമത്തിൻ്റെ വഴി പോകണം എന്നുള്ളതുകൊണ്ടാണ് പാർട്ടി തന്നെ DGPക്ക് പോലീസിന് കൈമാറിയത്. പിന്നെ പോലീസ് ഉചിതമായ നടപടി എടുക്കട്ടെ. ജനപ്രതിനിധിയായി തുടരുന്നതിൽ ഒരു അത് നല്ലതാണ്. കാരണം നമുക്ക് സമൂഹത്തിന് നൽകുന്നൊരു മാതൃക അത് രാഹുൽ തന്നെ തീരുമാനിക്കേണ്ടത്. നമുക്ക് പാർട്ടിക്ക് അതിനകത്ത് പരിമിതി ഉണ്ട് എന്തെങ്കിലും പറയാൻ. പാർട്ടിക്ക് നടപടി എടുക്കാം, പക്ഷെ ഒരാൾ രാജിവെപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പാർട്ടി നൽകിയ സ്ഥാനമല്ലേ, ജനം നൽകിയ സ്ഥാനമാണ്. അപ്പോൾ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. പാർട്ടി സ്ഥാനാർത്ഥിത്വം കൊടുത്തു, ജനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അത് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ MLA ആണ് തീരുമാനിക്കേണ്ട സ്വയം എന്ത് വേണമെന്നുള്ളത്. വനിതാ നേതാക്കളെല്ലാം ഇന്നലെ രംഗത്ത് വന്നിരുന്നു. കാരണം അതായത് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ, ജബി മേത്ര അടക്കമുള്ളവർ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സാഹചര്യം അതായത് അവർക്ക് പറയാതിരിക്കാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് പറയാറില്ല, പക്ഷേ അത് പറഞ്ഞ് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേതൃത്വം സംരക്ഷിക്കുന്നതായിട്ടൊക്കെയുള്ള ആക്ഷേപങ്ങളും വരുന്നുണ്ട്. അല്ല, അങ്ങനെ ഒന്ന് സംരക്ഷണം ഉണ്ടെങ്കിൽ പുള്ളിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇത് മാറ്റിയില്ലേ, പിന്നെ കോൺഗ്രസ് പാർട്ടി ഇത് മാറ്റിയില്ലേ, പാർലമെന്ററി പാർട്ടി ഇത് മാറ്റിയില്ലേ. അപ്പം 3 സ്ഥാനം എടുത്തു മാറ്റി. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? പറ. നടപടി വേണം തന്നെയല്ലേ? കാരണം ഈ പരാതികൾ ഗൗരവമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത്. രണ്ടും സ്ത്രീകൾ പറയുന്നു, രണ്ടും സമാനമായ സ്വഭാവമുള്ള പരാതികൾ വന്നിരിക്കുന്നു. ഒരു നേതാവിനോട് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു പരാതി വരുന്നത്. സിറ്റുവേഷൻ സീരിയസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അലിഗേഷൻസ് സീരിയസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഫാക്ട്സും അതിൻ്റെ റിയാലിറ്റിയും തിരിച്ചറിയേണ്ടത് നിയമം വഴിയാണ്. നിയമത്തിന് വഴിക്ക് പോട്ടെ, അന്നേരം നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ജനം TVക്ക് നൽകിയ പ്രതികരണത്തിനകത്തുടനീളം രാഹുലിൻ്റെ നിലപാടുകളെ വിമർശിക്കുക തന്നെയാണ് ഈ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ പല കോൺഗ്രസിലെ വനിതാ നേതാക്കളും ഈ അവസാന ഘട്ടത്തിൽ രാഹുലിനെ തള്ളിപ്പറയുമ്പോൾ അതിൽ തെറ്റില്ല എന്നുകൂടി ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ഗൗതം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡനവുമായി വിഷയത്തിലാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി MLAയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. രാഹുലിനെതിരെ നടപടികൾ, തുടർ നടപടികൾ ഉണ്ടാകും, പുറത്താക്കലടക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്നതോട് തന്നെ ഈ ചാണ്ടി ഉമ്മനെ പ്രതികരിക്കുന്നതിൽ ചില സ്വാഭാവികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രതികരിച്ചു. ആ പ്രതികരണത്തിലുടനീളം വിമർശന രീതിയെ തന്നെ പറയുന്നത്, കാരണം ഇത് ഇത്തരത്തിലൊരു ജനപ്രതിനിധിയുടെ ഭാഗത്തുണ്ടാകാത്ത, അല്ലെങ്കിൽ ജനപ്രതിനിധി പാലിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്വഭാവശുദ്ധി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗൗരവം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകണമായിരുന്നു. വളരെ ഗൗരവം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകണമായിരുന്നു. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇതിൽ അദ്ദേഹം ഈ പെരുമാറേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ആ സ്ഥിതി വളരെ ഗൗരവമാണ്.
പരാതിയും ഗൗരവമാണ്, സാഹചര്യങ്ങളും ഗൗരവമാണ്. ഇതെല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിയാണ്. കാരണം അദ്ദേഹം ഒരു MLA കൂടിയാണ്, രാഷ്ട്രീയ നേതാവ് കൂടിയാണ്, മറ്റൊരാൾക്ക് മാതൃകയാകേണ്ട ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പുറത്തു പറയാൻ കഴിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾ പോലും പുറത്തു പറയാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നിയമ നടപടികൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടികൾ വേണ്ടിയിരുന്നു. ഇന്നലെ തന്നെ ഇത്തരത്തിൽ പുറത്താക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കേണ്ടിയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് അദ്ദേഹം ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അതായത് വനിതാ നയവേക്കൾ അടക്കം പറഞ്ഞത്. അതായത്